ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ, നിങ്ങൾ ഇരിക്കുന്നവരാണ്. ഫുഡ് കഴിക്കുമ്പോഴും അതുപോലെ തന്നെ നിങ്ങൾ ബ്രേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് തനിച്ചായിട്ട് ഇരിക്കുന്നവരാണ്. നിങ്ങൾക്ക് മിണ്ടാനായി ഒരുപാട് ആപ്പുകൾ, ഡേറ്റിംഗ് ആപ്പുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് പല തരത്തിലുള്ള ചാറ്റ് ചെയ്യാനുള്ള ഒരുപാട് ആപ്പുകളും ഇന്ന് നമ്മൾക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ആപ്പിലൊക്കെ പോയി നിങ്ങൾ പെൺകുട്ടികളാണെങ്കിൽ പോയി ബോയ്സിനൊരു കമ്പനിയൊക്കെ കൊടുത്ത് ചാറ്റ് ചെയ്ത് ഇങ്ങനെ കോളിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് പൈസയും കിട്ടും. ഈ പൈസ കിട്ടുന്നത് പെൺകുട്ടികൾക്കാണ് കേട്ടോ. ആൺകുട്ടികൾക്കൊരു കമ്പനിയും കിട്ടും, പെൺകുട്ടികൾക്കുണ്ടല്ലോ അതുവഴി പൈസയും കിട്ടും. ഈ ആപ്പിനെ പറ്റി കൂടുതൽ എല്ലാവർക്കും ഇപ്പോൾ അറിയായിരിക്കും. നമ്മുടെ പ്രമുഖ വ്ളോഗേഴ്സ് ഇപ്പോൾ ജാസ്മിൻ ജാഫർ, അതുപോലെ തന്നെ ആലീസ്, ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ പല ഫാമിലി വ്ളോഗേഴ്സ് ആയിക്കോട്ടെ, അല്ലാതെ വേറെ ഏതൊരു യൂട്യൂബ് ചാനലിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക്, വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ഈ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ എപ്പോഴും ദിനം പ്രതി പീഡനം, ഇൻസ്റ്റഗ്രാമിൽ കൂടി പരിചയപ്പെട്ട ആളുമായിട്ട് പീഡിപ്പിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അറസ്റ്റിലായി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല വാർത്തകളും നമ്മൾ കാണുന്നുണ്ട്. FBയിലായിക്കോട്ടെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ ഫ്രണ്ട്സൊക്കെ കാണും. പക്ഷെ അതിൻ്റെ കൂടെ നമുക്കറിയാത്ത ഒരാളുമായിട്ട് കണക്റ്റായി അങ്ങനെ പീഡനം, അങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് കേൾക്കുന്നത്. അതുപോലെ തന്നെ ഒരു ആപ്പല്ലേ ഈ ഫ്രണ്ട് ആപ്പും. ഇത് നമ്പർ അങ്ങോട്ട് ആഡ് ചെയ്യുന്നില്ലെങ്കിലും നമ്പർ അവർക്ക് കൊടുക്കുന്നില്ലെങ്കിൽ കൂടിയും അവരുമായിട്ട് കണക്റ്റഡായി, പിന്നെ ഫ്രണ്ടായി, ലാസ്റ്റിൽ കുറേ ചാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ നമ്പറൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അത് പല പ്രശ്നങ്ങളിലാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ഫ്രണ്ട് ആപ്പ്. ഇത് പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ ഈ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷെ അവർക്ക് അവിടെ ഒരു നേട്ടം കിട്ടുന്നുണ്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് വഴി. കാരണം അവർ നല്ലൊരു യൂട്യൂബർ, അല്ലെ 10 ലക്ഷം അങ്ങനെയൊക്കെ സബ്ബൊക്കെ ഉള്ള ഇതാവുമ്പം, ഒരുമാതിരി റീച്ചൊക്കെയുള്ള യൂട്യൂബേഴ്സ് ആവുമ്പം ഇവരെ ഇത് കണ്ട് ഇവരെ വിശ്വസിച്ച് ഈ ആൾക്കാരെന്ത് ചെയ്യും? ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ ചാറ്റ് ചെയ്യാനും അവരുടെ ജീവിതമാണ് ഇല്ലാതാകുന്നത് എന്ന് ഒരിക്കലും കരുതുന്നില്ല. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ നമുക്ക് ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്ത് പ്രമുഖ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള മല്ലു ഫാമിലി, അതുപോലെ തന്നെ വയനാട് വ്ളോഗ്സ്, ഇവരെയൊക്കെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ടെർമിനേറ്റ് ചെയ്തു. പക്ഷേ സുജിൻ അതിൽ പറയുന്നുണ്ട്, മല്ലു ഫാമിലിയിലെ സുജിൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഈ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ എൻ്റെ അക്കൗണ്ട് തിരിച്ച് കിട്ടാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്, അവരതുമായിട്ട് നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അവരവിടെ ചിന്തിക്കാത്ത വേറൊരു കാര്യമുണ്ട്. ഇവരെ വിശ്വസിച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഗെയിം കളിക്കുന്ന കുറേ പാവപ്പെട്ട ആൾക്കാരുടെ പൈസയാണ് നഷ്ടമാവുന്നത്. ഇവർക്ക് ലക്ഷങ്ങൾ കിട്ടുകയും ചെയ്യും. അവരെന്നിട്ട് നമ്മളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പെട്രോൾ പമ്പിൽ നിന്നിട്ട് സുജിന് ഇങ്ങനെ പൈസ ഇല്ലയോ, എന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്, നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് പൈസ നേടാം. ഇത് വിശ്വസിച്ച് പാവപ്പെട്ട മനുഷ്യൻ എന്തു ചെയ്യും? എങ്കിൽ ഇച്ചിരി പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താലും ഇതിൽ ഡബിൾ ഉണ്ടാക്കുമല്ലോ എന്ന് കരുതി അവർ ചിലപ്പം കടം മേടിച്ചതായിരിക്കും. അവരെന്ത് ചെയ്യും? ഈ ഗെയിം കളിച്ച് അവർ ഉള്ള പൈസയും കൂടെ പോവും. ലാസ്റ്റിൽ ഇത് ആരെങ്കിലോടും പറയാൻ പറ്റുമോ? ഈ സുജിനോട് പറയാൻ പറ്റുമോ? അപ്പോൾ അതുപോലത്തെ തന്നെ ഒരു ആപ്പാണ് ഈ ഫ്രണ്ട് ആപ്പും. നമുക്കറിയാത്ത ഒരാളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവുന്നു, പിന്നെ അവരോട് പല കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, പിന്നെ അതൊരു കൂട്ടായി, അത് അമ്മയാണോ അനിയത്തിയാണോ അല്ലെങ്കിൽ നമ്മുടെ ആങ്ങളെയാണോ അച്ഛനാണോ എന്നൊന്നും നമുക്ക് തന്നെ അറിയത്തില്ല. ഇപ്പോൾ പലരും പറയുന്നുണ്ട് അമ്മയും മകനുമായിട്ടാണ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലാസ്റ്റ് അത് മകൻ തിരിച്ചറിഞ്ഞു, അമ്മയ്ക്കറിയത്തില്ല. പക്ഷെ അവിടെ അന്നേരം ഉണ്ടാകുന്ന ഒരവസ്ഥയെപ്പറ്റി ആ മകൻ ചിന്തിക്കുന്ന ഒരവസ്ഥയെപ്പറ്റി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ.
അതുകൊണ്ടാണ് ഞാൻ ഓർക്കുന്ന ഈ പ്രമുഖ യൂട്യൂബേഴ്സിനെ ഇത്രയും സപ്പോർട്ടാക്കിയതാരാണ്? നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരാണ്. പക്ഷെ അവരവിടെ ഇവരെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആപ്പ് വഴിയൊന്നുമല്ല. ഇവരെ ഓരോ വീഡിയോസൊക്കെ കണ്ട് ചില വീഡിയോസ് നമ്മുടെ മനസ്സിൽ തട്ടി നമ്മൾ അവരെ സ്നേഹിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ജാസ്മിൻ ജാഫറിനെ ബിഗ് ബോസിൽ പലരും വെറുത്തപ്പോഴും നമ്മൾ 100 തെറ്റുകളുണ്ടെങ്കിലും ആ കുട്ടിയുടെ ഒരു തെറ്റ് ഇഷ്ടപ്പെട്ട് നമ്മൾ സ്നേഹിച്ചവരായിരിക്കും നമ്മൾ പലരും. ഒരാളെ ഒരു 100 പേരെ ആക്രമിക്കുന്ന കാണുമ്പോൾ ഒരാളെങ്കിലും ആ വ്യക്തിയോടൊരു ഇച്ചിരി ഒരു സ്നേഹമൊക്കെ കാണും. അതുപോലെയാണ് നമ്മുടെ ജാസ്മിൻ ജാഫറിനോട് നമുക്ക് തോന്നിയൊരു ഇഷ്ടം. പക്ഷേ ഇവരെയൊക്കെ ഈ ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇവരെ സ്നേഹിക്കുന്ന സാധാരണ ആൾക്കാരുണ്ടല്ലോ, അവരെപ്പറ്റി ഈ ജാസ്മിൻ ജാഫർ ആയിക്കോട്ടെ, ആലീസ് ആയിക്കോട്ടെ ഒന്നും തന്നെ ചിന്തിക്കുന്നില്ല. ഇവർക്ക് എന്തുവാണ് മെയിൻ? പൈസ. ഇവരൊരു ക്രീമിനെ പറ്റി ആ ക്രീമാണെങ്കിൽ പൈസ കൊടുത്താണോ മേടിക്കുന്നത്? ഒരിക്കലുമല്ല. ആ ക്രീം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി അത് 100 പേരിലോട്ട് എത്തിക്കാൻ വേണ്ടി ഈ പ്രമുഖരായിട്ടുള്ള അറിയപ്പെടുന്ന യൂട്യൂബേഴ്സിനെ ഇച്ചിരി പൈസ ലക്ഷങ്ങൾ കൊടുത്ത് അവരുടെ ക്രീം അവർ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുകയാണ്. 4 ആൾക്കാരിൽ അവരെ എത്തിക്കുകയാണ്. ഇവർ ഓൾറെഡി ഫേമസ് ആണല്ലോ. അപ്പോൾ ഇവരത് പറയുമ്പോൾ ഇവരെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ ക്രീം പർച്ചേസ് ചെയ്യും. അത് ബിസിനസ്സുകാരുടെ തന്ത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിലെ വിഡ്ഢികൾ എന്ന് പറയുന്നത് ആരാണെന്നറിയാമോ? നമ്മളാണ്. നമ്മളെപ്പോലുള്ള പാവപ്പെട്ട മനുഷ്യരാണ്. കാരണം ഇവരെയൊക്കെ ഇഷ്ടപ്പെട്ട് വിശ്വസിച്ച് ഇവരെന്തും പറയുന്നത് കേട്ട് ഇപ്പം വെളുക്കും, ജാസ്മിനെ പോലെ ഇപ്പം നമ്മൾ വെളുക്കും, അല്ലെങ്കിൽ ആലീസിനെ പോലെ ഇപ്പം നമ്മൾ വെളുക്കുമെന്ന് നമ്മളങ്ങ് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഈ ക്രീമൊക്കെ അവരുടെ വാക്ക് കേട്ടാണ് നമ്മളൊക്കെ ഈ ക്രീം പർച്ചേസ് ചെയ്യുന്നത്. ജാസ്മിൻ ജാഫറൊക്കെ അപ്പോൾ എന്താണ് ചെയ്യുന്നത്? അവർക്ക് ക്രീമും കിട്ടി, അതിൻ്റെ ഡബിൾ പൈസയും കിട്ടി. ലാസ്റ്റ് ഇവർക്ക് വേണമെങ്കിൽ ക്രീം ഉപയോഗിക്കാം. പിന്നെ നമ്മളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് അവർ തേച്ച് കാണിക്കുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ള ഒരു സംഭവം. അപ്പോൾ നമ്മളാണ് മനസ്സിലാക്കേണ്ടത്, ഇവരെല്ലാം നമ്മളെ ചതിക്കാനാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡേറ്റിംഗ് ആപ്പുകളായിക്കോട്ടെ, ആപ്പുകളാണെങ്കിലും ഇനി ക്രീമാണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ ഈ ചതിക്കുഴിയിൽ പോയി വീഴാതിരിക്കുക. നമുക്കറിയാവുന്ന, അതായത് നമ്മൾ നേരിട്ട് കണ്ടൊരു കാര്യം നമ്മൾ മേടിക്കാൻ പോവുക. അല്ലാതെ നമ്മൾ ഇവരൊക്കെ പറയുന്നത് പോലെ ഇവർക്കൊക്കെ ഇതിൻ്റെ ഡബിൾ പൈസയും കാര്യങ്ങളും കിട്ടും. അവരെയൊക്കെ ബിസിനസ് അതാണ്. പക്ഷേ ഇവരാരും നമ്മളെപ്പറ്റി ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഓർക്കുക.